സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. ഭക്തിയോഗത്തിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് പറഞ്ഞു വെച്ചത്. മുമ്പേ പറഞ്ഞതായിരിക്കുന്ന ആ ശ്ലോകത്തിൽ പറഞ്ഞ മനോഹാരിത നിമിത്തം എല്ലാവരുടെയും മനസ്സലിയിക്കുന്നതും പരമാനന്ദ സുഖത്തെ കൊടുക്കുന്നതുമാണ് എന്ന് പറഞ്ഞു. മനോജ്ഞതയ നവസുധാ നിശ്യന്ത, പുതിയൊരു നവസുധ, ആ സുധയ്ക്കനുസരിച്ചിട്ട് അമൃതം ചൊരിയുന്നതും കേൾക്കുമ്പോൾ ചേതോഹരം ശൃണ്വതം, കേൾക്കുന്നവർക്ക് സുഖവും പെട്ടെന്ന് മനസ്സിനെ പ്രേരിപ്പിക്കുന്നത്, രോമാഞ്ചം, ആനന്ദക്കണ്ണീര് മുതലായിട്ടുള്ളത് ഉളവാക്കുന്നതുമാണ് ഭക്തിയോഗം. ഇനി ആ ഭക്തിയോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കർമ്മയോഗവും ജ്ഞാനയോഗത്തിനെക്കാട്ടിലും എന്താണ് ഭക്തിയോഗത്തിനുള്ള സൗകര്യം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശ്ലോകം: ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരർഗീയതേ സൗന്ദര്യേകരസാത്മകേ തേ ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേ ഭവിഷ്യപുരുഷൈർലഭ്യ രമാവല്ലഭ. ഏവം ഭൂതതയാ, മുമ്പേ പറഞ്ഞ ഭക്തിയോഗം. ഭക്തി എന്ന സംഗതി എല്ലാവർക്കും ലഭ്യമാണ്, ആനന്ദസുധ വർഷിക്കുന്നതാണ്, പെട്ടെന്ന് മനസ്സിനെ പ്രേരിപ്പിക്കുന്നതാണ്. സദ്യപ്രേരേതേ മതിമതേതേ, രോമാഞ്ചം, ആനന്ദ കണ്ണീർ മുതലായിട്ടത് ഉളവാക്കുന്നവയാണ് എന്ന് പറഞ്ഞു വെച്ചതായ ആ ഭക്തിയോഗം തന്നെ ഇവിടെ കർമ്മത്തെക്കാട്ടിലും ജ്ഞാനത്തിനെക്കാട്ടിലും എല്ലാവർക്കും സൗകര്യപ്രദമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭക്തി അഭിഹിതോ യോഗസ്യ യോഗത്വയാ, ഭക്തി അഭിഹിതോ, ഭക്തി എന്ന് പറയപ്പെടുന്ന, അഭിഹിതോ പറയപ്പെടുന്ന ഈ യോഗം, യോഗ സ യോഗദ്വയാത്, രണ്ട് യോഗത്തെക്കാട്ടിലും. ഏത് രണ്ട് യോഗം? കർമ്മജ്ഞാനമയാത്, കർമ്മയോഗവും ജ്ഞാനയോഗവും. കർമ്മജ്ഞാനമയാൻ വൃഷ ഉത്തമതരോ, ഉത്തമമാണ്. ഇതിൽ നേട്ടം മാത്രമേ ഉള്ളൂ, മൈനസ് മാർക്ക് എന്നൊന്നില്ല എന്നർത്ഥം. മറ്റുള്ളതിലൊക്കെ മൈനസ് മാർക്ക് ഉണ്ട്. അപ്പോൾ കർമ്മയോഗമാണ് തെറ്റിക്കഴിഞ്ഞാൽ ദോഷമാണ് വരിക, ഗുണം വരില്ല എന്ന് മാത്രമല്ല, തെറ്റ് ദോഷം വരും. ഞാനെന്ന് പറയണതോ സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാവുന്നതല്ല. കടിച്ചാൽ പൊട്ടാത്തതായിട്ടുള്ള ഭാഷയും എല്ലാവർക്കും മനസ്സിലാവാത്ത വിധത്തിലുള്ള ബുദ്ധി ഉപയോഗിക്കേണ്ടി വരുന്നതുമാണ് ജ്ഞാനയോഗം. കർമ്മമാകട്ടെ വളരെ ചിലവും അധ്വാനവും ചെയ്യണം. കർമ്മം മന്ത്രമൊക്കെ അറിയണ ആളുകൾ ചെയ്യണം, ദോഷമില്ലാതെ ചെയ്യണം. ഈ രണ്ട് പ്രശ്നങ്ങൾ, രണ്ട് യോഗങ്ങളും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും ഉള്ളതാണ്. അതിനേക്കാൾ വൃഷ ഉത്തമതരോ, ഉത്തമമാണ് എന്നാണ് യോഗീശ്വരന്മാർ പറയുന്നത്. യോഗീശ്വരർഗീയതേ, യോഗീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നു. കർമ്മജ്ഞാനമയാൻ വൃഷ ഉത്തമതരോ, കർമ്മജ്ഞാനത്തേക്കാൾ ഉത്തമമാണ് യോഗീശ്വരന്മാർ പറയപ്പെടുന്നു. യോഗീശ്വരന്മാർ പറയുന്നു ഭക്തിയോഗം രണ്ടിനേക്കാളും ശ്രേഷ്ഠമാണ്. എന്താണ് കാരണം? സൗന്ദര്യേകരസാത്മകേ, സൗന്ദര്യേകരസാത്മകേ ത്വൈഖലു പ്രേമപ്രകർഷാത്മിക. സൗന്ദര്യം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു രസം എല്ലാവർക്കും ആസ്വാദ്യമായ ഒരു കാര്യമാണ്. സൗന്ദര്യം കണ്ടാൽ ആസ്വദിക്കാൻ ഒരുപാട് ബുദ്ധിശക്തി വേണ്ട, പണച്ചെലവില്ല, അധ്വാനമില്ല. നല്ലൊരു സംഗീതം ആസ്വദിക്കണമെങ്കിൽ പണമുള്ളവർക്കേ പറ്റൂ, ബുദ്ധിയുള്ളവർക്കേ പറ്റൂ എന്നില്ല, എല്ലാവരും കൈ കൂട്ടണു, തലയാട്ടണു. അപ്പോൾ ഈ സൗന്ദര്യത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്, എല്ലാവർക്കും അത് ആസ്വദിക്കാം. നല്ലൊരു പൂവ് കണ്ടാൽ, അല്ലെങ്കിൽ പ്രകൃതി കണ്ടാൽ, അല്ലെങ്കിൽ ചിത്രം കണ്ടാൽ, അല്ലേ, അത് ആസ്വദിക്കാനുള്ള കഴിവേ വേണ്ടൂ. അപ്പോൾ ബുദ്ധിപരമായിട്ട് ഉയർന്നോളണമെന്നൊന്നുമില്ല. അപ്പം എല്ലാവർക്കും പ്രാപ്യമാണ്. സൗന്ദര്യേക രസാത്മകേ, സൗന്ദര്യം എന്ന ഒരൊറ്റ കാര്യത്തിൽ രസാത്മകമാണ്. ത്വൈഖലു പ്രേമപ്രകർഷ ആത്മിക, എല്ലാവർക്കും ആ പ്രേമം
പ്രകർഷേണ നൽകുന്നതും ആസ്വദിക്കാവുന്നതും ആണ്. ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷേർലഭ്യ രമാവല്ലഭ. നിശ്രമം എന്ന് പറഞ്ഞാൽ അനായാസേന, ശ്രമകരം എന്ന് പറഞ്ഞാൽ വിഷമുള്ളത്. നിശ്രയ അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷേർ ലഭ്യ, വളരെ പ്രയാസമില്ലാതെ എല്ലാവർക്കും കിട്ടുന്നതാണ് എന്ന് അർത്ഥം. ഭക്തി എന്ന് പറയപ്പെടുന്ന മാർഗത്താൽ അഭിഹിത, ഭക്തി അഭിഹിതോ, അറിവുള്ളവരും ശുഗനും നാരദാദികളും മഹർഷിമാരും പറഞ്ഞു വെച്ചിട്ടുള്ള അഭിഹിതോ പറയപ്പെട്ട ഭക്തിയോഗ സയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്. കർമ്മജ്ഞാനം എന്ന് പറയുന്ന രണ്ട് യോഗത്തേക്കാൾ പുരുഷോത്തമതരോ ഉത്തമമാണ് എന്ന് യോഗീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നു. യോഗീശ്വരേർ ഗീയതേ സൗന്ദര്യേകരസാത്മകേ തൈകലു പ്രേമപ്രകർഷാത്മിക. സൗന്ദര്യം എന്ന ഒരൊറ്റ രസം മാത്രം തന്നെ എല്ലാവർക്കും ആസ്വാദ്യമായിട്ടുള്ളതും ആണ്. അങ്ങനെ ഭക്തി വിഷമം കൂടാതെ എല്ലാവർക്കും ലഭ്യമാണ്. നിശ്രമം, വിഷമമില്ലാതെ. ശ്രമം എന്ന് പറഞ്ഞാൽ വിഷമം, നിശ്രമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം അല്ലേ. നിശ്രേയസ് എന്നൊക്കെ ഒരു വാക്കിൻ്റെ മുമ്പിൽ നീ ചേർത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആവും. നിശ്രമമേവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം. വിശ്വപുരുഷേർ ലഭ്യ രമാ വല്ലഭ. നീ പറയണം മറ്റ് ഈ ശ്ലോകം ഒന്നും കൂടി ചില ഏവം ഭൂതതയാഹി ഭക്തി അഭിഹിതോ യോഗസയോഗദ്വയാത് കർമ്മജ്ഞാനമയ പ്രചോത്തമതരോ യോഗീശ്വരേർഗീയതേ സൗന്ദര്യേകരസാത്മകേ ത്വൈഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷേർ ലഭ്യ രമാവല്ലഭ. അടുത്തതായിട്ടുള്ള ശ്ലോകത്തിൽ എന്തുകൊണ്ടാണ് ഭക്തി കർമ്മത്തിനെക്കാട്ടിലും ജ്ഞാനത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ് എന്ന് പറയാനുള്ള കാരണം, ശ്രേഷ്ഠമാണ് എന്നിവിടെ പറഞ്ഞു, അതിനുള്ള കാരണമാണ് അടുത്ത ശ്ലോകത്തിൽ. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യഥോപനിഷദജ്ഞാനോപലഭ്യം പുന തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വപ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസീ ശ്രേയസി. ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം, അങ്ങയിലുള്ള പ്രേമമാകുന്ന ഭക്തി തന്നെയാണ് സ്വാദുള്ളതും ശ്രേയസ്കരവും. ശ്രേയസ്കരവുമാണെന്നർത്ഥം. ഭാവിയിൽ ശ്രേയസ്സുണ്ടാക്കാനും ഇപ്പോൾ അനുഭവിക്കുമ്പോൾ സുഖമുള്ളാനും. ഇപ്പോൾ വർത്തമാനകാലത്ത് നന്ന് ഭാവിയിലേക്കും നന്ന്. സ്വാദീയസി ശ്രേയസി. അതിന് കാരണം എന്താ? നിഷ്കാമം നിയത സ്വധർമ്മചരണം. സ്വധർമ്മചരണം സ്വധർമാചരണം തന്നെയാണ്. ചിലതൊക്കെ ദീർഘം കൂട്ടിയിട്ടും പറയാം, ദീർഘം കുറഞ്ഞിട്ടും പറയാം. രക്ഷസ് രാക്ഷസ്, രാക്ഷസികൾ രാക്ഷസൻ, ചിലപ്പോൾ രക്ഷസ് എന്ന് ഉപയോഗിക്കുക. സംസ്കൃതത്തിൻ്റെ പ്രത്യേകത കാവ്യത്തിന് അവിടെ ദീർഘം വേണ്ട വെച്ചാൽ രക്ഷസ എന്ന് ഉപയോഗിക്കാം, ദീർഘം വേണച്ചാൽ രാക്ഷസ എന്ന് ഉപയോഗിക്കാം. സ്വധർമ്മചരണം എന്നും പറയാം, സ്വധർമ്മ ആചരണം, രണ്ടും തന്നെയാണ്. അത് നിഷ്കാമമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനാണ് എന്ത് പറയുക? കർമ്മയോഗം. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം. എന്താണ് അതിൻ്റെ പരിമിതി? തത് ദൂരേത്യഫലം, വളരെ കാലത്തേക്ക് ബലം തരുന്നതല്ല. ഒരു മാവ് നട്ടാൽ ഒരു കൊല്ലെങ്കിലും എത്ര വർഷങ്ങൾ, ഒരു കൊല്ലം കൊണ്ടാവില്ലാവോ? ഇത്ര ചെറുതായിട്ട് വേഗം കായ്ക്കണതാണെങ്കിൽ 3 കൊല്ലെങ്കിലും എത്ര കുറഞ്ഞതെടുക്കും. സാധാരണ നാടൻ മാവാണെങ്കിൽ അതിനേക്കാൾ കൂടുതലെടുക്കും. ഇപ്പോൾ തെങ്ങാവട്ടെ മാവാവട്ടെ ഒരു വൃക്ഷം വെച്ചാൽ അതിൻ്റെ ബലം കിട്ടാൻ സമയം എടുക്കുന്നത് പോലെ ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ബലം നല്ല പ്രവൃത്തിയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ താമസം വരും. തത് ദൂരേത്യഫലം. ഔപനിഷദജ്ഞാനോപലഭ്യം. ഉപനിഷത്താദികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ജ്ഞാനം അവ്യക്തമാണ്. ഇന്ന വിധത്തിൽ നിന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, സ്വയം അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവ്യക്തത ധാരാളമുണ്ട്. അത്ര വേഗം ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതല്ല എന്നർത്ഥം. അവ്യക്തതയാ സുദുർഗമതരം, അതും ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ചിത്തസ്യ തസ്മാത് വിഭോ, തസ്മാത് അതുകൊണ്ട്, ഇത് രണ്ടും ഇങ്ങനെ ആയതുകൊണ്ട് ചിത്തസ്യ വിഭോ തത് പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. അങ്ങനെയുള്ള പ്രേമ രൂപമാകുന്ന ഭക്തി തന്നെയാണ് സ്വാദുള്ളതും ഭാവിയിൽ ശ്രേയസ് കൊണ്ടുവരുന്നതും. അത് എല്ലാവർക്കും വിശ്വപുരുഷേർ ലഭ്യമാണെന്ന് നേരത്തെ പറഞ്ഞു, ലഭ്യമാണ്. ഇപ്പം സ്വധർമ്മ കർമാചരണം, സ്വധർമ്മ ആചരണം തത് ദൂരേത്യബലം, വളരെ കാലത്തേക്ക് ബലത്തെ തരില്ല, കുറെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന പരിമിതി ഉണ്ട്.
ഔപനിഷതജ്ഞാനത്തിനോ ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനത്തിന് അവ്യക്തതയാ സുദുർഗമതരം, അവ്യക്തത കൊണ്ട് വളരെ വിഷമം പിടിച്ചതും ആണ്. അതുകൊണ്ട് തസ്മാത് വിഭോ ഏ സർവേശ്വര ചിത്തസ്യ മനസ്സിന് തത് പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാധീയസി ശ്രേയസി. ഭക്തി തന്നെയാണ് വളരെ സ്വാദുള്ളതും എളുപ്പമുള്ളതും അനുഭവിക്കാൻ സാധിക്കുന്നതും. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷതജ്ഞാനോപലഭ്യം പുനാ തത്ത് അവ്യക്തതയാ സുദുർഗമതരം. വിഷമമുള്ളത് ചിത്തസ്യ തസ്മാത് വിഭോ ത്വപ്രേമാത്മക ഭക്തിരേവ സതതം സ്വാധീയസി ശ്രേയസി. രണ്ട് ശ്ലോകം തമ്മിലുള്ള വ്യത്യാസം എവിടെ നിൽക്കുന്നത്? ഒന്ന് കർമ്മജ്ഞാനമയാൻ വൃഷോത്തമതരോ എന്ന് മാത്രം പറഞ്ഞു. കർമ്മയോഗത്തെക്കാട്ടിലും ജ്ഞാനയോഗത്തെക്കാട്ടിലും നല്ലതാണ് ഭക്തിയോഗം. എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ട് എന്നതിൽ അത്ര വ്യക്തമാക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? കർമ്മജ്ഞാനമയാം വൃഷോത്തമതരോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെയോ അതിൻ്റെ കാരണം പറഞ്ഞു. കാര്യകാരണസഹിതം സമർത്ഥിച്ചു. ഒന്ന് പറയുക, അതിനെ സമർത്ഥിക്കുക. അതാണ് ഈ വിഷയത്തിലൊക്കെ ഉള്ളൊരു പ്രത്യേകത. ജ്ഞാനാണെങ്കിലും പുരാണമാണെങ്കിലും ഒന്ന് പറഞ്ഞ് അതിനെ സമർത്ഥിക്കുകയാണ് ഇവിടെ. അപ്പോൾ ആദ്യം ഭക്തിയോഗം നല്ലതാണെന്ന് പറഞ്ഞതേ ഉള്ളൂ, ഈ സമർത്ഥിക്കുകയാണ്. കർമ്മയോഗം ദൂരേത്യഫലം, വളരെ കഴിഞ്ഞിട്ടേ ഫലം കിട്ടുള്ളൂ, അതാദ്യം പറഞ്ഞിട്ടില്ല. പിന്നെയോ അവ്യക്തതയാ സുദുർഗമതരം, അതും അതിൽ പറഞ്ഞിട്ടില്ല. അവ്യക്തത കൊണ്ട് വളരെ വിഷമം ഉണ്ട്, ദുർഗമതരമാണ് ജ്ഞാനയോഗം. ഈ രണ്ടെണ്ണമാണ് ഈ ശ്ലോകത്തിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. പെട്ടെന്ന് ഒന്നാണെന്ന് തോന്നും, ഭക്തിയോഗത്തേക്കാൾ അല്ല എല്ലാ യോഗത്തേക്കാൾ ഭക്തിയോഗമാണ് നല്ലത് എന്ന്. അങ്ങനെയില്ല, അത് പറഞ്ഞു വെച്ചു, ഇതിലത് സമർത്ഥിച്ചു, അതിൻ്റെ കാരണം പറഞ്ഞു. അതാണ് ഈ രണ്ട് ശ്ലോകവും തമ്മിലുള്ള വ്യത്യാസം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.